ഹായ് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബെല്ലു എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് യുദ്ധത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി ഇസ്രായേൽ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുകയും അവരുടെ പ്രമുഖരായ പല നേതാക്കന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും പട്ടാള കമാൻഡർമാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് അവരെല്ലാം കൊലപ്പെടുത്തുകയും തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തുകയും ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിലെ പല ചാനലുകളും ഇസ്രായേലിന് അനുകൂലമായിട്ടും ഇസ്രായേലിന് പ്രതികൂലമായിട്ടും ഇപ്പം തന്നെ ഇറാൻ കയറി ഇസ്രായേലിനെ കത്തിക്കും, ഇസ്രായേൽ കയറി ഇറാനെ കത്തിക്കും, ഇനിയും ആക്രമണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ മൂട്ടിപ്പോയിരുന്നു നമ്മളെല്ലാവരും കമൻ്റ് ഇടുന്നു. ആവേശം കൊണ്ട് പലരും പല ആവേശ കമൻറ്റുകൾ ഇടുന്നുണ്ട്. അവൻ്റെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ബോംബോ വല്ല വന്ന് വീഴുമ്പോഴത്തേക്ക് അവൻ്റെയൊക്കെ ഈ ആവേശം ഉണ്ടാവുമെന്ന് അറിയില്ല. യുദ്ധക്കൊതിയന്മാരായ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രിയമുള്ളവരെ, ഈ യുദ്ധത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്നിവിടെ വന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടേണ്ട. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ അത് രേഖപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ഈ യുദ്ധം ഇപ്പോൾ അനിവാര്യമായത് ഇസ്രായേൽ ഭയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനറിയാം ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതിലൊരിക്കലും അവർ സമ്മതിക്കില്ല. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കിയത്? ഇപ്പോൾ ഞാൻ പല ചാനലുകളിലും പോയപ്പോഴത്തേക്കും തള്ളി മറിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് മറിക്കും, തിരിക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ രാത്രിയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. മിക്കവാറും നാളെ നേരം എടുക്കുമ്പോൾ വീണ്ടും ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചെന്നുള്ള വാർത്തയായിരിക്കും വരാനിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്ത് മുഴുവൻ മൊസാദ് എന്ന് പറഞ്ഞിരുന്ന ചാര സംഘടനയുണ്ട്. അവരുടെ ചാര സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് ചിലർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു ചാര സംഘടനയാണ് അവരുടെ സംഘടന. അതിനെ പ്രതിരോധിക്കാൻ ഇറാനെന്നല്ല ഒരുവിധപ്പെട്ട മിക്ക രാജ്യങ്ങൾക്കും കഴിയില്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇറാനിൽ ചൂഴ്ന്നു കയറുകയും ഇറാന്റെ രഹസ്യങ്ങൾ അവർ ചോർത്തുകയും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇസ്രായേലിന് 2 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയും. അതവർ ചെയ്യാത്തത് എന്താണെന്നറിയുമോ? ഈ ഇറാനെ അവർ നശിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ ഈ ഇറാനെ ഇതുപോലെ തന്നെ നിലനിർത്തുക തന്നെ ചെയ്യും. ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നില്ല. ഭരണമാറ്റം അവർ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അവർ എന്നേ അത് ചെയ്യുമായിരുന്നു. അവർ എന്തുകൊണ്ട് ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭരണമാറ്റം വരികയാണ് എങ്കിൽ അത് മറ്റുള്ള സുന്നി രാഷ്ട്രങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും വരുന്നത്. അതൊരിക്കലും ഇസ്രായേൽ ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്കയും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പല പല ബിസിനസ് താല്പര്യങ്ങളുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ അവർ സമ്മതിക്കില്ല. മാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഈ യുദ്ധം അവർ ഒതുക്കി നിർത്തുകയും അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്തി നിർത്തുകയും ചെയ്യും. ആയത്തുല്ലാ ഖുമൈനിയുടെ ഈ ഭരണ സംവിധാനത്തെ ഒരിക്കലും അവർ എടുത്തു കളയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. പിന്നെ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കൊച്ചു മൂലയിൽ പോലും അവരുടെ കണ്ണുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലും ഏതൊരു രാജ്യത്തും അവരുടെ ചാരന്മാർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും അവരുടെ ആൾക്കാരുണ്ട്. പണ്ടൊരിക്കൽ ഒരു കോൺഗ്രസിൻ്റെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബദ്ധവൈരികളായ 2 പേര് ഒരു മൊസാദ് ഇസ്രായേലി പൗരൻ്റെ കൂടെ ഒരുമിച്ച് പോയ ഒരു ചരിത്രം എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്തിനെ, ആ പുള്ളിക്കാരന് സ്ത്രീ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിന് സെറ്റപ്പാക്കി കൊടുക്കാൻ പോയത് ഈ 2 ബദ്ധവൈരികളായ 2 രാഷ്ട്രീയ നേതാക്കന്മാരാണ്.
നമ്മുടെ കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സർവ്വ മേഖലകളിലും അവരുടെ കണ്ണുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിസ്സാരപ്പെട്ട ആൾക്കാരല്ല അവർ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് പിന്നെ കുറച്ച് പേര് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് വലിയ വലിയ തള്ളും, വലിയ വലിയ ചാനലുകൾ ഇപ്പം എന്താ മറിക്കാൻ പോകുന്നു, തിരിക്കാൻ പോകുന്നു, അതാണ് ഇതാണ് പോകുന്നു, അതിൻ്റെയൊക്കെ മ്യൂട്ടിൽ പോയി കമൻ്റ് ഇട്ട് വെറുതെ നിങ്ങളുടെ സമയങ്ങൾ വേസ്റ്റായി കളയുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. നിഹാസ് ബെല്ലൂർ, സൗദി അറേബ്യ.